പ്രിയ വിദ്യാർത്ഥികളെ, 9th ക്ലാസ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ലെസൺ ഹാഫ് എ ഡേ, ഈ ലെസണുമായി ബന്ധപ്പെട്ട ഏതാനും ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്ന വീഡിയോ പാർട്ട് 1ലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം ടെക്സ്റ്റ് ബുക്ക് പേജ് 12 പേജിൽ നൽകിയിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. ലെറ്റ്സ് റിവൈൻഡ്. Revisit the story and respond to the following questions. കഥ ഒരിക്കലൂടെ വായിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. Question 1. Go in by yourself. Why does the father say so? കഥയിലെ ഫാദർ മെയിൻ ക്യാരക്ടറായ കുട്ടിയോട് പറയുന്നുണ്ട്, നീ തനിച്ച് ഇനി പോവുക. Go in by yourself. എന്തുകൊണ്ടാണ് അങ്ങനെ ഫാദർ കുട്ടിയോട് പറയാൻ കാരണം? Answer. The father says, go in by yourself, to encourage the boy to face life boldly and do things independently. ജീവിതം ധൈര്യപൂർവ്വം നേരിടാനും കാര്യങ്ങളൊക്കെ സ്വതന്ത്രമായി തനിച്ച് തന്നെ ചെയ്യാനും കുട്ടി പ്രാപ്തനാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ കുട്ടിയോട് പറയുന്നത് go in by yourself എന്ന്. Question 2. How does the narrator's father encourage him as they reach school? അങ്ങനെ അച്ഛനും മകനും സ്കൂളിലെത്തുമ്പോൾ സ്കൂളിലേക്ക് പോകാൻ അച്ഛൻ എങ്ങനെയൊക്കെയാണ് മകനെ എൻകറേജ് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്? The narrator's father encourages him, saying that the boy is actually beginning his life that day. ആ സ്കൂളിൽ പോകുന്ന ആദ്യ ദിവസമാണ് കുട്ടി തൻ്റെ ജീവിതം തുടങ്ങാൻ പോകുന്നത്, തൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് എന്നാണ് ഫാദർ ആദ്യമായി മകനോട് പറയുന്നത്. The father also advises him to be bold. മാത്രമല്ല, കൂടുതൽ ബോൾഡാകാൻ, ധൈര്യമുള്ള ഒരു കുട്ടിയാകാൻ, കാര്യങ്ങളെ നേരിടാൻ, ധൈര്യം സംഭരിക്കാനുമൊക്കെ അച്ഛൻ മകനെ ഉപദേശിക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവനക്ക് എൻകറേജ്മെൻറ്റ് നൽകുന്നത്. Question 3. What is the initial reaction of the other children at school to the boy? സ്കൂളിലുണ്ടായിരുന്ന മറ്റു കുട്ടികളുടെ ആദ്യ റിയാക്ഷൻ, പ്രതികരണം എന്തായിരുന്നു? ഈ പുതുതായി വരുന്ന കുട്ടിയോട് അവരുടെ പ്രതികരണം എന്തായിരുന്നു? The other children expressed their curiosity. അവരെല്ലാവരും അവരുടെ ക്യൂരിയോസിറ്റി, ഒരു ജിജ്ഞാസ പ്രകടിപ്പിക്കുന്നു. And their reaction is friendly and welcome. അവരുടെ പ്രതികരണം തികച്ചും സൗഹൃദപരവും സ്വാഗതാർഹവുമായിരുന്നു. Question 4. How does the woman reassure the children on their first day? ആദ്യ ദിനം തന്നെ സ്കൂളിലെത്തിയ കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്നത് എങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾക്ക് ഒരു റീഅഷ്വറൻസ്, ആത്മവിശ്വാസം പകരുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? The woman tries to make the children feel at home. കുട്ടികൾക്കൊക്കെ ഒരു ഗൃഹാന്തരീക്ഷം, വീട്ടിൽ ഉള്ള അതേപോലെ തന്നെ ഒരു അന്തരീക്ഷം സ്കൂളിലും സൃഷ്ടിക്കാൻ ആ സ്ത്രീ ശ്രമിക്കുന്നുണ്ട്. She says that they have mothers and fathers at school too. ആ സ്ത്രീ കുട്ടികളോട് പറയുന്നു, സ്കൂളിലും അവർക്ക് അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. And everything there is enjoyable and beneficial to them. സ്കൂളിലുള്ള ഓരോ കാര്യവും അവർക്ക് ആസ്വാദികരവും അതോടൊപ്പം തന്നെ ബെനഫിഷ്യൽ, ഉപകാരപ്രദവുമായിരിക്കും എന്നൊക്കെ കുട്ടികൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. Question 5. What subjects and activities are introduced to the children? കുട്ടികൾക്ക് എന്തൊക്കെ വിഷയമാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് സ്കൂളിൽ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത്? The children are introduced to learning music, language, numbers and also to geography by being introduced to the globe. പല വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ മ്യൂസിക്, ലാംഗ്വേജ്, നമ്പേഴ്സ്, മാത്സ്, ഇതൊക്കെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബ് പരിചയപ്പെടുത്തിക്കൊണ്ട് ജിയോഗ്രഫിയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. Question 6. Why does the narrator feel a sense of contentment and belonging while at school? സ്കൂളിലായിരിക്കുമ്പോൾ നെറേറ്റർക്ക് സെൻസ് ഓഫ് കണ്ടന്റ്മെന്റ്, സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഫീലിംഗ് ലഭിച്ചു. എന്തുകൊണ്ടാണത്? ആദ്യം ഭയപ്പാടായിരുന്നു, പിന്നീട് സംതൃപ്തിയും സന്തോഷമൊക്കെ തോന്നാൻ തുടങ്ങി. എന്തുകൊണ്ട്?
ദ നറേറ്റർ സബ്മിറ്റ്സ് ഹിംസെൽഫ് ടു ഫാക്ട്സ്. നറേറ്റർ ഏറെ താമസിയാതെ തന്നെ ചില സത്യങ്ങൾ ബോധ്യമായി, ചില യാഥാർത്ഥ്യങ്ങൾക്ക് വഴങ്ങി. ദാറ്റ് ഓൾ ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. എല്ലാ ജീവജാലങ്ങളും മറ്റു ജീവജാലങ്ങളുമായിട്ട് പലതരത്തിലും ബന്ധപ്പെടുന്നു, ആകർഷിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ തുടങ്ങി. ദിസ് സബ്മിഷൻ ബ്രിങ്സ് ടു ഹിം എ സെൻസ് ഓഫ് കണ്ടെന്റ്മെൻറ്റ്. ഇത്തരത്തിലുള്ള ഈ ഫാക്റ്റുമായിട്ടുള്ള സബ്മിഷൻ, യാഥാർത്ഥ്യം തിരിച്ചറിയുക, സത്യത്തിലോടുള്ള ഈ കീഴ്പ്പെടൽ, എ സെൻസ് ഓഫ് കണ്ടെന്റ്മെൻറ്റ്, സംതൃപ്തിയും സമാധാനവും മനസ്സിൽ കൊണ്ടുവന്നു. സൂൺ ഹി മേക്സ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഫോൾസ് ഇൻ ലവ് വിത്ത് ഗേൾസ്. ഉടനെ തന്നെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു. സ്കൂളിലെ ആൺകുട്ടികളുമായിട്ടൊക്കെ നല്ല സൗഹൃദം, അതുപോലെ തന്നെ ചില പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലുമൊക്കെ ആയി മാറുന്നു. Question 7. I proceeded a few steps, then came to a startled halt. ഏതാനും സ്റ്റെപ്പുകൾ ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങി. പിന്നീട് ഞാനൊരു ഷോക്കിംഗ് ഹോൾട്ടിലേക്ക്, ഭയപ്പെടുത്തുന്ന ഒരു ഹോൾട്ട്, സ്റ്റോപ്പ്, എൻഡിൽ ഞാൻ എത്തി. പെട്ടെന്ന് ഞാൻ ഭയപ്പെട്ട് നിന്നുപോയി. കഥയിൽ പറയുന്ന വാക്യങ്ങളാണ്. വൈ വാസ് ദ നറേറ്റർ സ്റ്റാർട്ടിൽഡ്? എന്തുകൊണ്ടാണ് നറേറ്റർ ഞെട്ടിപ്പോയത്, ഭയപ്പെട്ടത്? ദ സ്ട്രീറ്റ് ലൈൻഡ് അപ്പ് വിത്ത് ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ് ഹാഡ് ഡിസപ്പിയർഡ്. സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഗാർഡനും കൃഷിഭൂമികളുമെല്ലാം വഴിയോരത്തുണ്ടായിരുന്ന ആ വഴി ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇറ്റ് വാസ് കാംഡ് with the hordes of humanity and vehicles and hills of refuse. പകരം അവിടെയെല്ലാം ഒരുപാട് ജനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഹേർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി, ക്രൗഡ്സ് ആൻഡ് ക്രൗഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി. ജനക്കൂട്ടമാണ് ഇപ്പോൾ എല്ലായിടത്തും. മാത്രമല്ല വെഹിക്കിൾസ്, ധാരാളം വാഹനങ്ങളും ആ തെരുവാകെ നിറഞ്ഞിരിക്കുന്നു. അതിനൊക്കെ ഉപരിയായി ഹിൽസ് ഓഫ് റെഫ്യൂസ്, വേസ്റ്റ് കൂമ്പാരം നിറഞ്ഞിരിക്കുന്നു തെരുവാകെ. ദ സ്ട്രീറ്റ് ഹാഡ് ചേഞ്ച്ഡ് എ ലോട്ട്. തെരുവാകെ കാര്യമായി മാറിയിട്ടുണ്ട്. ആൻഡ് ദ നറേറ്റർ വാസ് സ്റ്റാർട്ടിൽഡ് ടു സീ ഓൾ ദീസ് സഡൻ ചേഞ്ചസ്. പൊടുന്നനെയുണ്ടായ ഈ വലിയ മാറ്റങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നറേറ്റർ സ്റ്റാർട്ടിൽഡ്, വാസ് ഷോക്ക്ഡ്, ഞെട്ടിപ്പോയത്. Question 8. Why is the narrator frustrated while waiting at the crossroads? ക്രോസ് റോഡിൽ, നാൽക്കവലയിൽ റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നറേറ്റർ ആകെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, നിരാശനാകുന്നു, ഡിസപ്പോയിൻറ്റഡ് ആകുന്നു, അല്പം ഇറിറ്റേറ്റഡ് ആകുന്നു. എന്തുകൊണ്ടാണ്? ദ നറേറ്റർ വാണ്ട്സ് ടു ക്രോസ് അബൂഖോദ സ്ട്രീറ്റ് ടു റീച്ച് ഹിസ് ഹോം. നറേറ്റർക്ക് തൻ്റെ വീട്ടിലെത്താൻ അബൂഖോദ എന്ന സ്ട്രീറ്റ് മുറിച്ചു കിടക്കേണ്ടതുണ്ട്. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വോണ്ട് ലെറ്റ് അപ്പ്. പക്ഷേ നിരനിരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ നീണ്ട നിര അദ്ദേഹത്തിന് റോഡ് മുറിച്ചു കിടക്കാൻ അനുവദിക്കുന്നില്ല. ഹി വെയിറ്റ്സ് ഫോർ എ ലോങ് ടൈം. ഏറെ നേരം അദ്ദേഹം കാത്തു നിൽക്കുന്നു. ആൻഡ് ദ ഹസിൽ ആൻഡ് ബസിൽ ഓഫ് ദ സ്ട്രീറ്റ് മേക്സ് ഹിം ഫ്രസ്ട്രേറ്റഡ്. തെരുവിലെ തിക്കും തിരക്കും ശബ്ദകോലാഹലവും അദ്ദേഹത്തെ നിരാശനാക്കുന്നു, ദേഷ്യം പിടിപ്പിക്കുന്നു. ഹസിൽ ആൻഡ് ബസിൽ, തിക്കും തിരക്കും ശബ്ദകോലാഹലം എന്നൊക്കെ അർത്ഥം. Question 9. Who offers to help the narrator cross the street? തെരുവ് മുറിച്ചു കിടക്കാൻ ആരാണ് അവസാനം നറേറ്ററെ സഹായിക്കുന്നത്? How does he address the narrator? നറേറ്ററെ അയാൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? എന്താണ് വിളിക്കുന്നത്? Why does he address him so? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നത്? A young lad employed at the ironing shop offers to help him cross the street. തെരുവ് മുറിച്ചു കിടക്കാൻ നറേറ്റർ സഹായിക്കുന്നത് അവിടെ ഒരു അയണിംഗ് ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ലാഡ്, യങ് ബോയ്, ഒരു ചെറുപ്പക്കാരനായിരുന്നു. He addresses the narrator calling him grandpa. നറേറ്ററെ ആ ബോയ് ഗ്രാൻഡ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് അഡ്രസ് ചെയ്യുന്നത്. ബിക്കോസ് അതിനുള്ള കാരണം the narrator has now become an old man. ഇപ്പോൾ നറേറ്റർ ഒരു വൃദ്ധനായ മനുഷ്യനായി മാറിയിട്ടുണ്ട്. Question 10. Does the story convey the passage of time and the transition from childhood to a second childhood? Discuss.
അല്പം വിശദീകരണം ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഈ സ്റ്റോറി പാസേജ് ഓഫ് ടൈം, സമയത്തിൻ്റെ കടന്നുപോക്ക്, അതുപോലെ തന്നെ ഫ്രം ചൈൽഡ്ഹുഡ് ടു എ സെക്കൻഡ് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്ത് നിന്ന് മറ്റൊരു കുട്ടിക്കാലത്തേക്ക്, സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ഓൾഡ് ഏജ്, വാർദ്ധക്യം, ഒരു വ്യക്തിയുടെ കുട്ടിക്കാലത്ത് നിന്ന് വാർദ്ധക്യത്തിലേക്കുള്ള ട്രാൻസിഷൻ, ചേഞ്ച്, ഇതൊക്കെ ഈ കഥയിലൂടെ കൺവേ ചെയ്യുന്നുണ്ടോ? ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക. യെസ്, ദ സ്റ്റോറി കൺവേസ് ദ പാസേജ് ഓഫ് ടൈം. കാലത്തിൻ്റെ കടന്നുപോക്ക് തീർച്ചയായും ഈ സ്റ്റോറി കൺവേ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസിഷൻസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്, വ്യക്തികളുടെ കുട്ടിക്കാലത്ത് നിന്ന് വാർദ്ധക്യത്തിലേക്കുള്ള മാറ്റവും ഈ കഥയുടെ ഒരു മെസ്സേജ് തന്നെയാണ്. The boy goes to school for the first time holding his father's hands. കുട്ടി ആദ്യമായി സ്കൂളിലേക്ക് പോകുന്നത് തൻ്റെ പിതാവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ടാണ്. കുട്ടിക്കാലത്തിന് തന്നെ ഒരാൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമാണ്. While going the way to school is lined with gardens and fields. സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയോരം ആകെ ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ്, കൃഷിഭൂമികളും പൂന്തോട്ടവും എല്ലാം നിറഞ്ഞതായിരുന്നു. But on the way back home, the street has totally changed. എന്നാൽ തിരിച്ചു വരുമ്പോൾ ആ ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ് എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. തെരുവാകെ ടോട്ടലി ചേഞ്ച്ഡ്, പൂർണ്ണമായി മാറിയിട്ടുണ്ട്. All the gardens and fields have disappeared. നേരത്തെ ഉണ്ടായിരുന്ന ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ് എല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. And hordes of humanity and vehicles have invaded the streets. ധാരാളം മനുഷ്യരും വാഹനങ്ങളുമാണ് ഇപ്പോൾ തെരുവ് കീഴടക്കിയിരിക്കുന്നത്. The narrator has now become an old man. നറേറ്റർ, ഒരു കുട്ടിയായിരുന്ന നറേറ്റർ ഇപ്പോൾ വൃദ്ധനായി മാറിയിരിക്കുന്നു. He is now in need of help from others to cross the street. റോഡ് മുറിച്ചു കടക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാം വിധം അദ്ദേഹം വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞു. It seems to him that all these changes have happened in as short a time as half a day at school. എന്നാൽ നറേറ്റർക്ക് ഈ മാറ്റങ്ങളെല്ലാം തന്നെ സംഭവിച്ചത് വളരെ പൊടുന്നനെയാണ്. സ്കൂളിൽ ചെലവഴിക്കുന്ന ഹാഫ് എ ഡേ, അത്രമാത്രം ചെറിയൊരു സമയത്തിനകമാണ് ഇതെല്ലാം സംഭവിച്ചത്. കാലം കടന്നുപോയത് അറിഞ്ഞില്ല. Question 11. How does the changing landscape and the surroundings represent the narrator's sense of displacement and confusion? തൻ്റെ ചുറ്റുപാടുകളുടെ മാറ്റം നറേറ്റർക്ക് തൻ്റെ സ്ഥലത്തു നിന്നും തൻ്റെ ലോകത്തു നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു നിഷ്കാസനം തനിക്ക് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ, ആൻഡ് കൺഫ്യൂഷൻ, താൻ ആകെ കൺഫ്യൂസ്ഡായ ഒരു അവസ്ഥയിലാകുന്നു. തൻ്റെ ഈ അവസ്ഥയും തൻ്റെ പരിസരത്തെ മാറ്റങ്ങളും എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിനെ പ്രതിനിധീകരിക്കുന്നത്? ചേഞ്ച് ഓഫ് സറൗണ്ടിങ്സ് ആൻഡ് ലാൻഡ്സ്കേപ്പ്, ചുറ്റുപാടുകളുടെ മാറ്റം. ഫ്രം ദ ടൈം വൈൽ ഗോയിങ് ടു സ്കൂൾ ആൻഡ് റിട്ടേണിങ്, സ്കൂളിൽ പോകുമ്പോഴുണ്ടാകുന്ന ആ അവസ്ഥയിൽ നിന്നും തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന ആ മാറ്റം, രണ്ട് സമയത്തുമായിട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ലാൻഡ്സ്കേപ്പ് തിരിച്ചു വരുമ്പോൾ മാറിയിരിക്കുന്നു. ഈ ഒരു മാറ്റം ഈസ് സിംബോളിക് ഓഫ് ദി ഇനെവിറ്റബിൾ ചേഞ്ചസ് ഓഫ് മൊമെന്റ്സ് ആൻഡ് സിറ്റുവേഷൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ ഇനെവിറ്റബിളായിട്ടുള്ള, അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്നതിൻ്റെ സിംബോളിക്കാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകൾ, ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ് എല്ലാം തിരിച്ചു വരുമ്പോൾ തിക്കും തിരക്കും കൂടിയ സ്ട്രീറ്റായി മാറിയ ആ ഒരു മാറ്റം പ്രതിനിധീകരിക്കുന്നത്. എ മാൻ ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ് ഗോസ് ത്രൂ മെനി ഫേസസ് ഓഫ് ചേഞ്ചസ്. ഒരു വ്യക്തി തൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് വാർദ്ധക്യത്തിലേക്ക് മാറ്റങ്ങളുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആൻഡ് ഓൾ ദീസ് ഹാപ്പൻ റാപ്പിഡ്ലി ഇൻ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ജസ്റ്റ് ലൈക്ക് ഹാഫ് എ ഡേ അറ്റ് സ്കൂൾ. ഒരു സ്കൂളിൽ ചെലവഴിക്കുന്ന അര ദിവസം പോലെ ചുരുങ്ങിയൊരു സമയത്തിനകമാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. വി ഓൾ ഷെയർ ദ നറേറ്റീവ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. നാം എല്ലാവർക്കും ഇതേ ഒരു ഫീൽ ഉണ്ടായിരിക്കും, സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മുടെ ഒരു പൊസിഷനിൽ നിന്ന്, നാം ഇതുവരെ അനുഭവിച്ചു പോകുന്ന സ്ഥാനത്ത് നിന്ന്
നിഷ്കാസനം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും. ആൻഡ് കൺഫ്യൂഷൻ, ആശയക്കുഴപ്പങ്ങളും. വെൻ വി തിങ്ക് ഓഫ് ദ റാപ്പിഡ് പാസേജ് ഓഫ് ടൈം, കാലത്തിൻ്റെ അതിവേഗമുള്ള കടന്നുപോക്കിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും അതിന് വിധേയരാകുന്നു. നറേറ്റർ മാത്രമല്ല, നറേറ്ററെ പോലെ എല്ലാവരും അതിന് വിധേയരാകുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. Question 12. There is no reference to the name of the character or the locale of the story. ഈ കഥയുടെ പശ്ചാത്തലം, അതിൻ്റെ ഒരു സ്ഥലം വ്യക്തമായിട്ട് പറയുന്നില്ല. അതോടൊപ്പം തന്നെ കഥാപാത്രത്തിന് പ്രത്യേകമായ പേരോ ഒന്നും നൽകിയിട്ടില്ല. പേരും സ്ഥലവും നൽകാതെയുള്ള ഈ കഥ പറച്ചിൽ കൊണ്ട് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കും ഉദ്ദേശിച്ച കാരണം? എന്തുകൊണ്ടായിരിക്കും കഥാപാത്രത്തിന് പേരും സ്ഥലത്തിന് പേരുമൊന്നും നൽകാതെ ഉള്ള ഈ കഥ പറച്ചിൽ? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? യെസ്, ദ തീം ഓഫ് ദ സ്റ്റോറി ഈസ് യൂണിവേഴ്സൽ. ഈ കഥയുടെ ആശയം വളരെ യൂണിവേഴ്സലാണ്, പ്രാപഞ്ചികമാണ്, എല്ലായിടത്തും ഒരേപോലെ അനുഭവപ്പെടുന്ന ഒന്നാണ്. ഏതെങ്കിലും വ്യക്തിയിലോ ഏതെങ്കിലും സ്ഥലത്തേക്കോ പരിമിതപ്പെടുന്നതല്ല ഈ സ്റ്റോറിയുടെ തീം. ചേഞ്ചസ് ഓഫ് സറൗണ്ടിങ്സ് ആൻഡ് ഏജിങ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം ആർ റിലേറ്റബിൾ ടു ഓൾ. പരിസരങ്ങളുടെ മാറ്റം, അതുപോലെ തന്നെ ഏജിങ്, ഒരു വ്യക്തിയുടെ കുട്ടിക്കാലത്ത് നിന്ന് വാർദ്ധക്യത്തിലേക്കുള്ള വളർച്ച, ഇതെല്ലാം തന്നെ സമയത്തിൻ്റെ കാലത്തിൻ്റെ കടന്നുപോക്കോടൊപ്പം എല്ലായിടത്തും എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ്. ഇർറെസ്പെക്റ്റീവ് ഓഫ് പേഴ്സൺ ഓർ ലൊക്കെയിൽ, ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥലത്തേക്കോ പരിമിതപ്പെടുന്നതല്ല എന്നർത്ഥം. Question 13. The story Half a Day begins with a portrayal of the central character holding his father's hand as he starts his journey, life's journey. When the story ends, he is holding the hands of a boy on whom he depends to cross the road. Do you think these actions symbolize some essential aspect of human life? Why? Is the narrator happy in both situations? ഹാഫ് എ ഡേ എന്ന ഈ കഥ തുടങ്ങുമ്പോൾ സെൻട്രൽ ക്യാരക്ടർ ദ ബോയ് തൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് ആദ്യമായി സ്കൂളിൽ പോകുന്ന രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. കഥ അവസാനിക്കുമ്പോൾ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ച് റോഡ് മുറിച്ച് കടക്കാൻ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനായിട്ടാണ് ആ സെൻട്രൽ ക്യാരക്ടർ കഥയുടെ അവസാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ ഈ രണ്ട് വശങ്ങൾ ചിത്രീകരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വളരെ അത്യാവശ്യമായ ഒരു ആസ്പെക്റ്റ്, ഒരു ഭാഗം വിശദീകരിക്കാനാണ് ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? അവസാനം നറേറ്റർ ഹാപ്പി ആയിരുന്നോ ഈ രണ്ട് സിറ്റുവേഷനിലും? എന്തായിരുന്നു ദ മൂഡ് ഓഫ് ദ നറേറ്റർ എന്നുള്ളതും കൂടെയാണ് ചോദ്യം. യെസ്, ദീസ് ആക്ഷൻസ് ഓഫ് ഹോൾഡിങ് ഹാൻഡ്സ്, രണ്ട് പ്രാവശ്യവും ഓരോരുത്തരുടെ കൈ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കുട്ടിയായിരിക്കെ പിതാവിൻ്റെ കൈ, സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ഒരു വൃദ്ധൻ മറ്റൊരാളുടെ ആശ്രയത്തിന് വേണ്ടി കൈപിടിച്ചിരിക്കുന്നു, സഹായത്തിന് വേണ്ടി. ഈ രണ്ട് ആക്ഷൻസും സിംബലൈസ് ദി എസെൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗം തന്നെയാണ് കാണിച്ചു തരുന്നത്. ഷോയിങ് ദ സൈക്കിൾ ഓഫ് ഡിപ്പെൻഡൻസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. അത് മറ്റൊന്നുമല്ല, കുട്ടിക്കാലത്ത് നിന്ന് വാർദ്ധക്യത്തിലേക്ക് നാം വളരുമ്പോൾ നമ്മുടെ സൈക്കിൾ ഓഫ് ഡിപ്പെൻഡൻസ്, ആശ്രയത്തിൻ്റെ ഒരു ചക്രം, നാം എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഇതാണ് ഇതിലൂടെ കാണിക്കുന്നത്. ദ നറേറ്റർ ഈസ് ഹാപ്പി ആൻഡ് ഹോപ്പ്ഫുൾ വെൻ ഹോൾഡിങ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ്. അറ്റ് ദ ബിഗിനിങ്, സ്റ്റോറിയുടെ തുടക്കത്തിൽ തൻ്റെ പിതാവിൻ്റെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ നറേറ്റർ ഹാപ്പിയാണ്, ഹോപ്പ്ഫുള്ളാണ്, പ്രതീക്ഷ ഉള്ള ഒരവസ്ഥയിലാണ്. ബട്ട് ഫീൽസ് കൺഫ്യൂസ്ഡ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വെൻ ഹോൾഡിങ് ദ ബോയ്സ് ഹാൻഡ് അറ്റ് ദി എൻഡ്. എന്നാൽ കഥ അവസാനിക്കുമ്പോൾ മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് നിൽക്കുമ്പോൾ ആ സെൻട്രൽ ക്യാരക്ടർ നറേറ്റർ ആകെ കൺഫ്യൂസ്ഡ് ആണ്, അതോടൊപ്പം തന്നെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആണ്, മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കുന്ന ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ്. Now, activity 1 given on textbook page 12. The story Half a Day beautifully unfolds the three phases of human life. ഹാഫ് എ ഡേ എന്ന സ്റ്റോറി
മനുഷ്യജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളെയാണ് തുറന്നു കാണിക്കുന്നത്. ദി ഏജ് ഓഫ് ഇന്നസെൻസ്, ദി ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആൻഡ് ദി ഏജ് ഓഫ് ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. ഇതാണ് ആ 3 ഘട്ടങ്ങൾ. ആസ് ടൈം പ്രോഗ്രസസ് ദ സറൗണ്ടിങ്സ് ചേഞ്ച്. കാലം പോകുന്നതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളും മാറുന്നു. ദി എക്സ്പീരിയൻസസ് വി ഗ്യാദർ ഷേപ്പ് അവർ ആറ്റിറ്റ്യൂഡ്സ്. അങ്ങനെ നാം നേടുന്ന അനുഭവങ്ങൾ നമ്മുടെ മനോഭാവത്തെയും രൂപപ്പെടുത്തുന്നു. നൗ revisit the story and complete the table, identifying the words, phrases, expressions that denote the change in setting and attitudes. കഥ വായിച്ച് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന ഈ വിവിധ ഘട്ടങ്ങൾക്ക് അനുയോജ്യമായ വാക്കുകളും ഫ്രേസുകളും എക്സ്പ്രഷനുമെല്ലാം കണ്ടെത്തി ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യും. നൗ ദ 3 phases ഓഫ് ദ ഹ്യൂമൻ ലൈഫ്. മനുഷ്യജീവിതത്തിൽ 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ആദ്യ ഘട്ടം വൺ ഓഫ് ദി ഫേസസ്, ഏജസ് ഓഫ് ഇന്നസെൻസ്, നിഷ്കളങ്കതയുടെ കാലം, കുട്ടിക്കാലം. നമ്മുടെ നറേറ്റർ സ്കൂളിലേക്ക് പോകുന്ന ആ കാഴ്ചയാണ്, വഴിയോര കാഴ്ചകൾ. സെറ്റിംഗ്, സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ്. സ്കൂളിലേക്കുള്ള വഴി വളരെ മനോഹരമാണ്. ഗാർഡൻസും ഫീൽഡ്സും എല്ലാം നിരനിരയായി നിൽക്കുന്ന വഴി. ഈ വഴി കടന്നു പോകുന്ന ആ കുട്ടിയിലുണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന മാറ്റം, മനോഭാവം. മറ്റൊന്ന്, ഈ ഏജ് ഓഫ് ഇന്നസെൻസിൽ സെറ്റിംഗ് ആയിട്ട് കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൂരെ നിന്ന് കാണുന്ന സ്കൂൾ ബിൽഡിംഗ്, അത് കുട്ടിയിലുണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ സ്കൂളിലെത്തുമ്പോൾ സ്കൂൾ കോർട്ട്യാർഡ്, അവിടെ കാണുന്ന കാഴ്ചകളും അതുണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡും. ആദ്യം സെറ്റിംഗ്, സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ് ആൻഡ് ഫീൽഡ്സ്, മനോഹരമായ വഴിയൊക്കെ ഉള്ള ആ സ്കൂളിലേക്കുള്ള യാത്ര. എന്നാൽ കുട്ടിയിൽ, ടു ദ ബോയ് സ്കൂൾ ഈസ് എ പണിഷ്മെൻറ്റ്, സ്കൂളിലേക്ക് പോകാൻ അവനക്ക് താല്പര്യമില്ല. വഴിയോര കാഴ്ചകളൊക്കെ മനോഹരമായിട്ടുണ്ട്, അതെല്ലാം കണ്ട് നടക്കാൻ ഇഷ്ടമാണ്. പക്ഷേ സ്കൂൾ ഒരു പണിഷ്മെൻ്റായിട്ടാണ് കുട്ടിക്ക് തോന്നുന്നത്. അതാണ് അവൻ്റെ അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. ദെൻ സ്കൂൾ ബിൽഡിംഗ്, ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അത് ഹൈ വാൾഡ് ഫോർട്രസ്, വലിയ മതിൽക്കെട്ടോട് കൂടിയ ഒരു കോട്ട പോലെയാണ് തോന്നുന്നത്. സ്റ്റേൺ ആൻഡ് ഗ്രീം, വളരെ സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു കെട്ടിടം പോലെ. ദെൻ സ്കൂൾ കോർട്ട്യാർഡ്, സ്കൂൾ മുറ്റത്തെത്തുമ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന മാറ്റം. ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, നിറയെ ആൺകുട്ടികളും പെൺകുട്ടികളെയും അവിടെ കാണുന്നു. ബട്ട് ദ നെറേറ്റർ ഫീൽസ് സ്ട്രേഞ്ചർ, പക്ഷേ ആരെയും പരിചയമില്ല. അവൻ തികഞ്ഞ ഒരു സ്ട്രേഞ്ചറെ പോലെ, അപരിചിതനെ പോലെ അവനിക്ക് തോന്നുന്നു. ഇതാണ് ഈ പ്രായത്തിലെ അവൻ്റെ ആറ്റിറ്റ്യൂഡ്. ദെൻ സെക്കൻഡ് ഫേസ്, ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, വളർച്ചയുടെയും പഠനങ്ങളുടെയും ഒരു കാലഘട്ടം. സ്കൂളിൽ തന്നെ. സെറ്റിംഗ്, സ്കൂൾ വിത്ത് റിച്ച് വെറൈറ്റി ഓഫ് പ്ലേ ആൻഡ് ലേണിംഗ്. ഇതിന് അനുഗുണമായിട്ടുള്ള ഒരു സെറ്റിംഗ് സ്കൂൾ തന്നെയാണ്. സ്കൂളിലെ വൈവിധ്യങ്ങൾ, അവിടെയുള്ള പഠനവും അതുപോലെ തന്നെ മറ്റ് ഗെയിംസ്, എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം തന്നെ. ദെൻ എൻ്റർടൈൻമെൻറ്റ്സ് വിത്ത് വേരിയസ് ഗെയിംസ്, ഇതും സ്കൂളിൽ ലഭ്യമാകുന്നു, അല്ലെങ്കിൽ ആ സെറ്റിങ്ങിൽ അതുമുണ്ട് വളർച്ചാ കാലഘട്ടത്തിൽ, പഠന കാലഘട്ടത്തിൽ. ദെൻ എൻജോയ്മെൻറ്റ്സ് വിത്ത് ഡെലീഷ്യസ് ഫുഡ് ആൻഡ് നാപ്പ്, സ്കൂളിൽ രുചികരമായ ഭക്ഷണം ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ അല്പം ഉറങ്ങാനുള്ള സമയവും അവിടെ അനുവദിക്കുന്നു. ഇതെല്ലാം ഈ സെറ്റിങ്ങിൽ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ദെൻ ഇതെല്ലാം കുട്ടികളുണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡ്. സ്കൂളിൽ ധാരാളം വൈവിധ്യങ്ങളും അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള അവസരങ്ങളുമെല്ലാം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ മേക്സ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ്, കുട്ടികളുമായിട്ട്, ആൺകുട്ടികളുമായിട്ട് സൗഹൃദമുണ്ടാക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു. ദെൻ ഫാൾസ് ഇൻ ലവ് വിത്ത് ഗേൾസ്, പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലാകാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സൃഷ്ടിക്കുന്നു. ദെൻ സ്കൂളിനെ കുറിച്ചുണ്ടായിരുന്ന ഭയം, അതെല്ലാം ഇപ്പോൾ മാറി സബ്മിറ്റ് ടു ഫാക്ട്സ് ആൻഡ് ഗെറ്റ്സ് കണ്ടന്റ്മെൻറ്റ്, യാഥാർത്ഥ്യം ബോധ്യമാകുന്നു. സ്കൂൾ ഒരു പണിഷ്മെൻ്റ് അല്ല എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഗെറ്റ്സ് കണ്ടന്റ്മെൻറ്റ്, ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും സന്തോഷവും സംതൃപ്തിയുമെല്ലാം ലഭിക്കുന്നു. ദെൻ ദ തേർഡ് ഫേസ്, ദാറ്റ് ഇസ് ഏജ് ഓഫ് ഡിപ്പെൻഡൻസ്, ആശ്രയത്തിൻ്റെ കാലഘട്ടം. നാം മറ്റുള്ളവരെ സഹായത്തിനു വേണ്ടി ആശ്രയിക്കുന്ന വാർദ്ധക്യ കാലഘട്ടം, ദി ഓൾഡ് ഏജ്. കഥയിൽ
അതിനനുഗുണമായിട്ടുള്ള സെറ്റിംഗ്. ഹൈ ബിൽഡിങ്സ് ഓൺ സ്ട്രീറ്റ്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ തെരുവിൽ കാണുന്ന ഉയർന്ന കെട്ടിടങ്ങൾ. സ്ട്രീംസ് ഓഫ് കാർസ് ആൻഡ് ഹസൽ ആൻഡ് ബസിൽ, തെരുവിൽ നിറയെ വാഹനങ്ങളും തിക്കും തിരക്കും ശബ്ദ കോലാഹലവും. ദെൻ സൈറൺ ഓഫ് ഫയർ എഞ്ചിൻ, കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയുള്ള ഫയർ എഞ്ചിൻ സൈറൺ. ഇതെല്ലാം തന്നെ ആ വാർദ്ധക്യത്തിൻ്റെ സെറ്റിംഗ് ആയിട്ട് കഥയിൽ വരുന്നു. ദെൻ ഇതുണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡ് കഥാപാത്രത്തിൽ. ഫീൽസ് ഡിസ്റ്റർബ്ഡ്, ആകെ അസ്വസ്ഥനായി മാറുന്നു. ഹാസ് ബിക്കം ഓൾഡ്, വൃദ്ധനായി മാറി എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നു. ഹാസ് ബിക്കം ഹെവിലി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഹെൽപ്ലെസ്, പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക്, നിസ്സഹായാവസ്ഥയിലേക്ക് മാറുന്നു. ഇതാണ് ഈ കഥയിൽ പറയുന്ന 3 phases of human life. Now, using these words, phrases, expressions, you may narrate to the class the change in the setting of the story and the attitude of the narrator. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഈ കഥ വിശദീകരിക്കുക. കഥയുടെ പശ്ചാത്തലത്തിലെ മാറ്റം, അതുപോലെ തന്നെ കഥാപാത്രത്തിൻ്റെ അഥവാ സെൻട്രൽ ക്യാരക്ടർ നറേറ്ററുടെ മനോഭാവത്തിലെ ആറ്റിറ്റ്യൂഡിലെ മാറ്റം, ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് ഈ കഥ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് മേ ഹെൽപ്പ് യു. ഇവിടെ ഏതാനും ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവയുടെ ആൻസേഴ്സ് ഈ രൂപത്തിൽ ഈ കഥ പറയാൻ നിങ്ങൾക്ക് സഹായകരമാകും. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ, അവയുടെ ആൻസേഴ്സ് എന്ന് പരിശോധിക്കാം. ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ് ദ റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി? സമൂഹത്തിൻ്റെ പൊടുന്നനെയുള്ള മാറ്റം എങ്ങനെയാണ് ഈ കഥയിലൂടെ ഹൈലൈറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നത്? ആൻസർ: ആസ് ദ ടൈം പാസസ്, കാലം കടന്നു പോകുന്നതോടെ, ദ ബോയ് ഗ്രോസ് ടു ആൻ ഓൾഡ് മാൻ, കുട്ടിയായിരുന്ന സെൻട്രൽ ക്യാരക്ടർ ഒരു വൃദ്ധനായി മാറുന്നു. ഹിസ് സറൗണ്ടിങ്സ് ചേഞ്ച് റാപ്പിഡ്ലി, അവൻ്റെ വളർച്ചയോടൊപ്പം തന്നെ അവൻ്റെ ചുറ്റുപാടുകളും കാര്യമായി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ദ വേ ടു സ്കൂൾ ലൈൻഡ് വിത്ത് ഗാർഡൻസ് ഡിസപ്പിയർ, സ്കൂളിലേക്കുള്ള വഴിയോര കാഴ്ചകൾ, ഗാർഡൻസ്, ഫീൽഡ്, ഇതെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ആൻഡ് ദ സ്ട്രീറ്റ് ബിക്കംസ് ഹെവിലി ഹസിൽ ആൻഡ് ബസിൽ വിത്ത് വെഹിക്കിൾസ് ആൻഡ് പീപ്പിൾ, ജനങ്ങളും വാഹനങ്ങളും തിങ്ങി നിറഞ്ഞ് തെരുവാകെ തിക്കും തിരക്കും ശബ്ദകോലാഹലം നിറഞ്ഞതും ആയി മാറിയിരിക്കുന്നു. Question 2. How does the story portray the passage of time? കാലത്തിൻ്റെ കടന്നുപോക്കിനെ എങ്ങനെയാണ് ഈ കഥയിലൂടെ ചിത്രീകരിക്കുന്നത്? ആൻസർ: While going to school, the narrator is a child. സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടി അഥവാ ദ നറേറ്റർ, കഥ പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ഒരു ചൈൽഡാണ്. ബട്ട് ഹി റിട്ടേൺസ് ആസ് എൻ ഓൾഡ് മാൻ. എന്നാൽ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരു വൃദ്ധനായി മാറിയിരിക്കുന്നു. ഹാഫ് എ ഡേ അറ്റ് സ്കൂൾ, സ്കൂളിലെ അര ദിവസം എന്ന ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, അത് ഒരു ലൈഫ് സ്പാനാണ്, ഒരു ആയുസ്സാണെന്ന് കാണിക്കുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പാസേജ് ഓഫ് ടൈം സംഭവിക്കുന്നത് എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത്. Question 3. What is the significance of the title ഹാഫ് എ ഡേ? ഹാഫ് എ ഡേ എന്ന അര ദിവസം എന്ന ഈ ടൈറ്റിലിൻ്റെ പ്രാധാന്യം എന്താണ്? ഹാഫ് എ ഡേ ഇംപ്ലൈസ് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഈ ടൈറ്റിൽ സമയത്തിൻ്റെ ഒരു ചുരുങ്ങിയ അളവ്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ് സൂചിപ്പിക്കുന്നത്, അര ദിവസം. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മാൻ ആൻഡ് ഹിസ് സറൗണ്ടിങ്സ് ചേഞ്ച് റാപ്പിഡ്ലി. അതോടൊപ്പം തന്നെ ആ ഒരു ഫ്രേസ്, മനുഷ്യരും അവൻ്റെ ചുറ്റുപാടുകളും വളരെ പൊടുന്നനെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് എ ലൈഫ് ടൈം ഈസ് ആസ് ഷോർട്ട് ആസ് ഹാഫ് എ ഡേ അറ്റ് സ്കൂൾ. ഒരാളുടെ ആയുസ് എന്നുള്ളത് സ്കൂളിലെ അര ദിവസം പോലെ ചുരുങ്ങിയതാണ് എന്നുമാണ് ഈ ടൈറ്റിലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. Question 4. What change occurs in the attitude of the central character? പ്രധാന കഥാപാത്രത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ, മനോഗതിയിലുണ്ടാകുന്ന occurs means happens. എന്തൊക്കെ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്, സംഭവിക്കുന്നത്? കഥാപാത്രത്തിന് ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ് ചേഞ്ച് എന്തൊക്കെയാണ്? ആൻസർ: While going to school,
ദ നറേറ്റർ ഈസ് ഹെസിറ്റൻറ്റ്. സ്കൂളിലേക്ക് പോകുമ്പോൾ തുടക്കത്തിലെ അല്പം ഭയപ്പാടും മടിയുമുണ്ട്. ഹെസിറ്റൻ്റ് ആണ് നറേറ്റർ. അറ്റ് സ്കൂൾ ഹി ഫീൽസ് സ്ട്രേഞ്ചർ. സ്കൂളിലെത്തി തുടക്കത്തിൽ ഒരു സ്ട്രേഞ്ചറെ പോലെ തോന്നുന്നു. ബട്ട് സൂൺ ഹി മേക്സ് ഫ്രണ്ട്സ്. എന്നാൽ താമസിയാതെ തന്നെ ധാരാളം കൂട്ടുകാരെ ഉണ്ടാക്കുന്നു. ആൻഡ് സബ്മിറ്റ്സ് ടു ഫാക്ട്സ്. ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നു. ഇതുവരെ സ്കൂളിനെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നു. ഹി ഗെറ്റ്സ് കണ്ടന്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നു. വൈൽ റിട്ടേണിംഗ്. എന്നാൽ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ഹി ഹാസ് ബിക്കം ആൻ ഓൾഡ് മാൻ. അദ്ദേഹം ഒരു വൃദ്ധനായി മാറിയിരിക്കുന്നു. ഡിപ്പെൻഡൻ്റ് ആൻഡ് ഹെൽപ്ലെസ്. പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നു. ഹി ഫീൽസ് ഫ്രസ്ട്രേറ്റഡ്. വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. നിരാശനായിട്ട്, കൺഫ്യൂസ്ഡ് ആയിട്ടൊരവസ്ഥയിലേക്ക് അദ്ദേഹം മാറുന്നു. Now, the second activity given on page number 13. The following table presents a few statements related to the story Half a Day. Half a Day എന്ന കഥയുമായി ബന്ധപ്പെട്ട ഏതാനും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ താഴെ ഒരു ടേബിളിൽ നൽകിയിരിക്കുന്നത്. Find reasons for each event. ഇവിടെ പറയുന്ന ഓരോ ഇവൻറ്റിനും ഓരോ സംഭവത്തിനുമുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. And write them down in the space provided. ആ കാരണങ്ങളെല്ലാം തന്നെ റീസൺസ് എന്നുള്ള കോളത്തിലേക്ക് എഴുതുക. The first one has been done for you. ആദ്യ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. The boy was reluctant to go to school. Reluctant, hesitant എന്നർത്ഥം തന്നെ. കുട്ടിക്ക് സ്കൂളിലേക്ക് പോകാൻ മടിയായിരുന്നു, ഭയമായിരുന്നു. എന്തായിരിക്കും അതിനുള്ള കാരണം? റീസൺ. He was afraid that he would be punished at school. സ്കൂളിൽ അവനക്ക് ശിക്ഷ ലഭിക്കുമെന്ന് അവൻ ഭയപ്പെട്ടിരിക്കാം. അവൻ പറഞ്ഞിരുന്നത് സ്കൂൾ ഈസ് എ പണിഷ്മെൻറ്റ് എന്നാണ്. ഫാദർ പറയുന്നുണ്ട് സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് എന്നുള്ളത്. ദെൻ ഫാദർ വാണ്ടഡ് ഹിം ടു ഗോ ടു സ്കൂൾ. എന്നാൽ ഫാദർ, അച്ഛൻ ആഗ്രഹിക്കുന്നത് അവൻ സ്കൂളിൽ പോകാനാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ദെൻ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്. സ്കൂൾ ബ്രോട്ട് ഹിം കണ്ടന്റ്മെൻറ്റ്. സ്കൂളിൽ അവനക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിച്ചു. അതിനുള്ള കാരണം എന്ത്? മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്. സ്കൂൾ വാസ് നോട്ട് ആസ് സ്വീറ്റ് ആസ് ഹി തോട്ട്. എന്നാൽ കരുതിയ പോലെ അത്ര സ്വീറ്റ് അല്ല, മധുരതരമല്ല സ്കൂളിലെ അനുഭവങ്ങൾ, എല്ലായ്പ്പോഴും സന്തോഷകരമല്ല എന്നും പറയുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഈ സ്റ്റേറ്റ്മെൻറ്റുകളും അവയുടെ റീസൺസുമാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തത് ഫാദർ വാണ്ടഡ് ഹിം ടു ഗോ ടു സ്കൂൾ. കുട്ടി സ്കൂളിൽ പോകണമെന്നാണ് ഫാദർ ആഗ്രഹിക്കുന്നത്. കാരണം ഹി വാണ്ടഡ് ഹിസ് സൺ ടു ബി ഇൻഡിപെൻഡൻറ്റ്. തൻ്റെ മകൻ സ്വതന്ത്രനാകണം, കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിവുള്ളവനാകണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചു. ആൻഡ് ബോൾഡ് ഇനഫ് ടു ഫേസ് ലൈഫ്സ് ചലഞ്ചസ്. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ധീരപൂർവം ധൈര്യസമേതം നേരിടാൻ അവൻ കഴിവുള്ളവനാകണം, അതിനുള്ള ധൈര്യം സംഭരിക്കണം, സ്വതന്ത്രനാകണം എന്നൊക്കെ പിതാവ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് സ്കൂളിലേക്ക് പറഞ്ഞുവിടുന്നത്. ദെൻ സ്കൂൾ ബ്രോട്ട് ഹിം കണ്ടന്റ്മെൻറ്റ്. സ്കൂളിൽ അവന് സംതൃപ്തിയൊക്കെ ലഭിച്ചു. അതിനുള്ള കാരണം ഹി മെയ്ഡ് ഫ്രണ്ട്സ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾസ്. ആൺകുട്ടികളുമായിട്ട് സൗഹൃദത്തിലായി, പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലായി. ലേൺഡ് ആൻഡ് പ്ലേഡ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, അവിടെ കളിച്ചു. ആൻഡ് എക്സ്പീരിയൻസ് ദ റിച്ച് വെറൈറ്റീസ് ഓഫ് ദ സ്കൂൾ. സ്കൂളിലെ സമ്പന്നമായിട്ടുള്ള പല വൈവിധ്യങ്ങളും അവന് അവിടെ അനുഭവിച്ചു. ഹിസ് മിസ്ഗിവിങ്സ് എബൌട്ട് സ്കൂൾ പ്രൂവ്ഡ് ടു ബി ബേസ്ലെസ്. ചുരുക്കത്തിൽ സ്കൂളുമായി ബന്ധപ്പെട്ട അവൻ്റെ മിസ്ഗിവിങ്സ്, അവൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അവൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം തന്നെ പ്രൂവ്ഡ് ടു ബി ബേസ്ലെസ്. അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അവന് തന്നെ ബോധ്യമായി. Then the last one. The school was not as sweet as he thought. കരുതിയ പോലെ സ്വീറ്റ് ആയിരുന്നില്ല സ്കൂളിലെ ചില മുഹൂർത്തങ്ങളെങ്കിലും. അതിനുള്ള കാരണം ബിക്കോസ് ഓഫ് ഡസ്റ്റ് ലേഡൻ വിൻഡ്സ്. പൊടിക്കാറ്റ് കൂടെ ഉണ്ടാകുന്നു. അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ്. അപ്രതീക്ഷിതമായ ചില അപകടങ്ങളൊക്കെ സംഭവിക്കുന്നു. ആൻഡ് ഫ്രീക്വൻറ്റ് കോൾ. അവിടെ ഉണ്ടായിരുന്ന മെൻറ്റേഴ്സ്, ആ വുമൺ, അവരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം, സ്കോൾഡ്, അവരുടെ വഴക്ക് പറച്ചിൽ, ആൻഡ് ഫിസിക്കൽ പണിഷ്മെൻറ്റ്, ശാരീരികമായ ശിക്ഷ, ഇതൊക്കെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വിചാരിച്ച അത്ര സ്വീറ്റായിരുന്നില്ല സ്കൂൾ അനുഭവങ്ങൾ.
ഇത്രയുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് അടുത്ത ഭാഗം മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ തുടർന്നു വരുന്ന വീഡിയോകളിൽ വിശദീകരിക്കുന്നതാണ്. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.